Hello, hello beautiful life around the world. കണക്കിൽ ലൈഫിൻ്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു വീക്കെൻഡ് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ബൈക്കിൽ കയറിയിട്ട് പറയാം. റോഡൊക്കെ ആകെ നാശമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ആമയൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് വന്ന കിഴക്കേക്കര എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിന് അവിടെ ഒരു വലിയ മലയുണ്ട്. ആ മലക്ക് തൊട്ട് താഴെയായിട്ടൊരു ഒലിയത്ത് ഡാം എന്ന് പറയുന്നൊരു ചെറിയൊരു ഡാമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഒരു ചെറിയ റോഡാണ്. കാർ ഇതിലെ വരും. ഇവിടുന്ന് ഈ ചെറിയ റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഭാഗത്ത് കുറേ റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്. ഇതിലങ്ങോട്ട് ബൈക്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊന്നും വണ്ടി പോകില്ല. പക്ഷേ കാറിൽ വന്നു കഴിഞ്ഞാലും ശരി, ഇങ്ങോട്ട് നടക്കാനുള്ള ഒരു ദൂരമൊക്കെ തന്നെ ഉള്ളൂ. ശരിക്ക് ബൈക്ക് ഇതിലെ വരെ പോകത്തുള്ളൂ. പക്ഷെ നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇത് പണ്ട് ഇതിലെ ആളുകൾക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഇടവഴി പോലെ ഒരു സ്ഥലമാണ്. സ്കിഡാവുന്നുണ്ട്. ബൈക്ക് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പോവാം, പക്ഷേ പോയി നോക്കാം. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ. ഈ ഭാഗത്തുള്ള ഈ സ്ഥലങ്ങളെല്ലാം സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ ഒന്നല്ല, ആളുകളുടെ വ്യക്തികളുടെ സ്ഥലമാണ്. ഓഫ് റോഡ് ബൈക്ക് കൊണ്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഇതാണ് ഒലിയത്ത് ഡാം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ ഉണ്ടാക്കിയിട്ടുള്ള. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാ കാണുന്നത് ഒരു വലിയൊരു മലയാണ്. അവിടെ ആ മലയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഫസ്റ്റ് ഇതിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഡാം ഉണ്ടാക്കിയെന്നുള്ളൂ. ഇതൊരു കുടിവെള്ള പദ്ധതിക്കോ ഒന്നിനു വേണ്ടിയല്ല. ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി ഈ തോട്ടിലൂടെ പോയി അങ്ങനെ ഭാരതപ്പുഴ വഴി നമ്മുടെ അറബിക്കടലിലെത്തും. ഒരു 4-5 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പം നന്നായിട്ട് വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വേനലിലൊന്നും വന്നാൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കുളിക്കാനൊക്കെ ചെറിയൊരു നീന്താനുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ മലയിൽ നിന്നുള്ള മഴ പെയ്തതിന് ശേഷം വരുന്ന വെള്ളമാണ് ഇവിടെ. പക്ഷെ നല്ല വെഴുക്കലാണ്. ഇനി വീണ ഈ പാറയിലെങ്ങാനും കയ്യോ തലയൊക്കെ അടിച്ച് വീണാനുള്ള അവസ്ഥ എന്താ? ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പോയി നോക്കാം. ഇന്ന് കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. സംഭവം വെയിലുണ്ടെങ്കിലും ശരി, ഒരു മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട്.
നോക്കിയേ. ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. ഇവിടെ അധികം ആളുകളൊന്നും വരാറില്ല. ഈ നാട്ടിലുള്ള ആളുകൾ മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇതുപോലെ മഴയൊക്കെ ഉള്ള സമയത്ത്, വെള്ളമുള്ള സമയത്ത് വന്നാൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം ഈ പാറയിലൂടെ എല്ലാം വന്നിട്ടേ ഗ്രിപ്പില്ലാത്ത ഷൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വഴുതി വീണ വലിയ അപകടം പറ്റും. ഈ കാണുന്ന ഈ മലക്ക് അപ്പുറത്താണ് ടിപ്പുവിൻ്റെ രാമഗിരി കോട്ട എന്ന് പറയുന്നൊരു ഇതുള്ളത്. പക്ഷെ അത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ടൊന്നും അതങ്ങനെ സംരക്ഷിക്കപ്പെടുകയൊന്നും ചെയ്തില്ല. പക്ഷെ അതിലേക്കുള്ള യഥാർത്ഥ വഴി ഇതിലല്ല കേട്ടോ, അത് വേറൊരു സ്ഥലത്തൂടെയാണ്. ഇതിലേം പോവാം. യെസ്, മറ്റൊരു നല്ല കാഴ്ചയുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താമെന്ന പ്രത്യാശയോടെ നിങ്ങളിൽ നിന്നും ഇവിടെ പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഷാൻ.